നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തശ്ശി നിത്യമൊക്കെ പറഞ്ഞത് മോക്കൊത്തിരി സങ്കടമായല്ലേ? ഏയ്, അമ്മയുടെ നാക്ക് പണ്ടേ അങ്ങനെയാ, എന്നോടും ഇങ്ങനെയായിരുന്നു. പണ്ട് മനോഹരേട്ടൻ ഗൾഫിലെ ജോലി മതിയാക്കി പോന്നപ്പോ ജോലി പോയത് എന്റെ ജാതകദോഷം കൊണ്ടാന്നും, അതല്ല ഞാൻ ഇവിടെ ഇരുന്ന് വശീകരണ മന്ത്രം ജപിച്ച് മനോഹരേട്ടനെ ആവാഹിച്ച് വരുത്തിയതാണെന്നും കൊല്ലങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ അമ്മ. വകതിരിവില്ലാത്ത നാക്ക അമ്മയുടേത്. അമിതമായ അന്ധവിശ്വാസവും. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ആ, പിന്നെ നിത്യയുടെ കാര്യം, അവക്ക് വേണ്ടി മോളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ അമ്മ, അങ്ങനൊന്നും പറയല്ലേ. ആഹാ, മോൾ ഇവിടെ നിന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലേ മോളെ. ഞാനെന്താ എവിടെയെങ്കിലും പോയിന്ന് വിചാരിച്ചോ? അച്ഛനും അമ്മയും സുധേട്ടനുള്ള ഈ വീട് വിട്ട് ദേവിക ഒരിടത്തും പോയില്ല, ജീവിതം അവസാനിപ്പിക്കുകയില്ല. ഞാൻ ജീവിക്കും, പൊരുതി തന്നെ ജീവിക്കും. മിടുക്കി, അങ്ങനെ തന്നെ വേണം മോളെ. പൊരുതി നേടുന്ന ജീവിതത്തിന് മധുരമുള്ളൂ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും, പ്രശ്നങ്ങളുടെ പെരുമഴയുണ്ടാവും. പക്ഷെ പിടിച്ചു നിൽക്കണം. തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തളർത്താനുള്ള അവസരം പോലും കൊടുക്കരുത്. അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, കടൽക്ഷോഭം ഉള്ളപ്പോൾ കപ്പലിറക്കുന്നവനാണ് യഥാർത്ഥ കപ്പിത്താൻ. വളഞ്ഞു നിന്ന് കല്ലെറിയാൻ ഒരുപാട് പേരുണ്ടാവും. തിരിച്ച് കല്ലെറിയാൻ നിന്ന് നമ്മുടെ സമയം കളയണ്ട. പകരം ആ കല്ലുകൾ പെറുക്കിക്കൂട്ടി നല്ലൊരു അടിത്തറ ഉണ്ടാക്കുക. ഇനി മോള് കരയരുത്. ഇല്ല അച്ഛാ.